അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 2 3 4 5 6 ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. കാരണം ഈ ബ്രഷ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോയത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു അനിമൽ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ കാലിലോ കയ്യിലോ ഒക്കെ പോയിട്ട് കടിക്കുന്നു. അപ്പോൾ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തും ആ ഇൻഫെക്റ്റഡ് അനിമലിൻ്റെ ശരീരത്തിൽ നിന്ന് സലൈവ വഴി ഈ വൈറസ് അയാളുടെ ശരീരത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് എവിടെയാണോ കടിക്കുന്നത് മിക്കവാറും എന്തായിരിക്കും, നമ്മുടെ മസിൽസിനായിരിക്കും കടിക്കുന്നത്. ആ കടിക്കുന്ന മസിൽസിൽ എവിടെയാണോ സൈറ്റ് ഓഫ് ബൈറ്റ് അവിടെ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് മൂന്നാമത്തെ നോക്കട്ടെ, തേർഡ് വൺ. എന്നിട്ട് എന്ത് ചെയ്യും, ദി വൈറസ് ഇൻഫെക്റ്റ് നെർവ്സ് ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം മൂവ്സ് ബൈ റിട്രോഗ്രൈഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ചെറിയ ഫ്ലോ ചാർട്ട് പോലെ പറഞ്ഞിരുന്നു. ആദ്യം തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോവുക. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഒരു പ്രത്യേക തരം ട്രാൻസ്പോർട്ട് വഴിയാണ്. അതായത് വൈറസ് ഇൻഫെക്റ്റ് നെർവ് ഇൻ പെരിഫറൽ നെർവ് സിസ്റ്റം മൂവ്സ് ബൈ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്സോണൽ ട്രാൻസ്പോർട്ടാണ്. അതായത് നമ്മുടെ ന്യൂറോൺ സെൽ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്പോർട്ടാണ്. ന്യൂറോൺ സെൽ ബോഡിയിലൂടെയുള്ള ഒരു ആക്സോണൽ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അപ്പോൾ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് വഴി ഇതെങ്ങോട്ട് പോകുന്നു, ഈ വൈറസ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. എന്നിട്ട് നാലാമത്തത്, ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, വൈറസ് വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതാണ് പറയുന്നത് നാലാമത്തത്, വൈറസ് റിപ്ലിക്കേറ്റ് ഇൻ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ആൻഡ് ട്രാവൽ അപ്പ് സ്പൈനൽ കോഡ് ടു ദി ബ്രെയിൻ. അപ്പോൾ ഈ നമ്മൾ പെരിഫറൽ നെർവ്സിൽ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാംഗ്ലിയോൺ ആണ്. ഗാംഗ്ലിയോൺസിൻ്റെ ഒരു ക്ലസ്റ്റേഴ്സാണ്, ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒന്നിലധികം ക്ലസ്റ്റേഴ്സ് ഒന്നിച്ച് ചേർന്ന്, അതാണ് ക്ലസ്റ്റേഴ്സ് പറയുന്നത്. ഒന്നിലധികം ഗാംഗ്ലിയോൺസ് ഒന്നിച്ച് ചേർന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ. അത് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാംഗ്ലിയോൺ ഇൻ എ ഡോർസൽ റൂട്ട് ഓഫ് സ്പൈനൽ നെർവ്സ്. സ്പൈനൽ നെർവ്സിൽ അല്ലെങ്കിൽ ഡോർസൽ റൂട്ട് ഓഫ് സ്പൈനൽ നെർവ്സിൽ കാണപ്പെടുന്ന ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാംഗ്ലിയോൺ. ആ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാംഗ്ലിയോണിൽ വെച്ചിട്ട് ഇത് വീണ്ടും എന്താവുന്നു, ഇത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൂടെ ബ്രെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇനി അഞ്ചാമത്തത്, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ബ്രെയിൻ ഇൻഫെക്റ്റഡ് ആവും. ഇനി ആറാമത്തത്, എവിടുന്ന് നമ്മുടെ ബ്രെയിനിന് ഈ വൈറസ് പിന്നീട് എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് നോക്കാം. അതർ ടിഷ്യൂസ് സച്ച് ആസ് ഐസ്, കിഡ്നീസ്, സലൈവറി ഗ്ലാൻഡ്സ്. അപ്പോൾ ബ്രെയിനിന് ഇൻഫെക്റ്റഡ് ആവുന്നു. ബ്രെയിൻ ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം ബ്രെയിനിന് മറ്റു ടിഷ്യൂസിലേക്ക് ട്രാവൽ ചെയ്യുന്നു വയ നെർവ്സ് വഴി തന്നെയാണ് വീണ്ടും ഇത് ട്രാവൽ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് കിഡ്നി, സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് ഐസ്. ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഡിസീസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ, മറന്നുപോകരുത്. സൈൻ ആൻഡ് സിംറ്റംസ്, കുറച്ച് വലിയ സൈൻ ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന, ഒരുപാട് സൈൻ ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന ഒരു ഡിസീസാണിത്. അപ്പോൾ ആദ്യം തന്നെ ബിസേർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിഹേവിയറൊക്കെ ഇത്തരം പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവും കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നെർവസ് എക്സൈറ്റ്മെൻറ്റ്, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സൈസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈസോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഈ തലച്ചോറിനുണ്ടാവും, അതായത് നമ്മുടെ ബ്രെയിനിലുണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിന് നമ്മൾ പറയും അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഇൻ ദി ബ്രെയിൻ കേട്ടോ. അതായത് സഡൻ ആയിട്ട് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിന് പറയുന്ന പേരാണ് സൈസേഴ്സ്. കാരണം തലച്ചോറിനെയാണ് ഇത് ബേസിക്കലി ഇൻഫെക്റ്റ് ചെയ്യുന്നത്. തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സെല്ലുകളെയാണ് ഇത് നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഡോഗിൻ്റെ
അല്ലെങ്കിൽ അനിമൽസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അനിമലിൻ്റെ ബ്രെയിനിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിമൽസിൻ്റെ പ്രത്യേകിച്ച് ഈ ഡോഗ്സിൻ്റെ ഒക്കെ ബ്രെയിനിൽ ചില സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ടാവും കേട്ടോ. ബ്രെയിൻ ഇൻഫെക്റ്റ് ചെയ്യുന്ന മൂലം ബ്രെയിനിൽ ചില സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ടാവും. അപ്പോൾ ഈ റാബിസ് മൂലം ഉണ്ടാവുന്ന സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസിന് നമ്മൾ പറയുന്ന പേരാണ് നെഗ്രി ബോഡീസ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പട്ടീനൊക്കെ നമ്മൾ കൊന്നിട്ട് അതിൻ്റെ തല നമ്മൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ നിന്ന് ബയോപ്സി എടുത്തിട്ട് നെഗ്രി ബോഡീസ് ഉണ്ടോയെന്നാണ് നോക്കുക. നെഗ്രി ബോഡീസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് മാഡ് ഡോഗാണ് അല്ലെങ്കിൽ റാബിഡ് ഡോഗാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഡിഫിക്കൽറ്റി ഇൻ ഡ്രിങ്കിങ്, വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇനി പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു ഈറ്റ് സോളിഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇനി അഫ്രൈഡ് ഓഫ് വാട്ടർ, അതിനെ നമ്മൾ ഹൈഡ്രോഹോബിയ എന്ന് പറയും. ഇനി ഈവൻ സൈറ്റ് ഓർ സൗണ്ട് ഓഫ് വാട്ടർ ഡിസ്റ്റർബ് ദി പേഷ്യൻസ്. അപ്പോൾ വെള്ളം കാണുന്നതോ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നതോ ഒക്കെ ഈ പേഷ്യൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പാസ് ഉണ്ടാവും. ആ സ്പാസത്തിനെയാണ് നമ്മൾ ഹൈഡ്രോഹോബിയ എന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ബട്ട് സഫർ വിത്ത് ഇൻറ്റൻസ് തേഴ്സ്റ്റ്, വളരെയധികം ദാഹം ഉണ്ടാവും ആ പേഷ്യൻ്റ്, എന്നിട്ട് അയാൾ സഫർ ചെയ്യും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട്. സ്പാസം ഓഫ് ഫാരിങ്സ് പ്രൊഡ്യൂസ് ചോക്കിംഗ്, അതായത് ഈ ഫാരിങ്സിന് ഉണ്ടാവുന്ന സ്പാസം നമുക്ക് ചോക്കിംഗ് ഉണ്ടാവും. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ സിവിയർ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്ത് ചെയ്യാൻ ശ്വാസം എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന സൗണ്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ സ്പാസം വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നത്, ഈ വാട്ടർ ഹോബിയ അല്ലെങ്കിൽ ഹൈഡ്രോഹോബിയ ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഏകദേശം 1 മുതൽ 6 ദിവസത്തിനുള്ളിൽ തന്നെ ആളുകൾ മരിച്ചു പോകുന്നു. മരിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം റെസ്പിറേറ്ററി അറസ്റ്റ്. വളരെ അപൂർവമായിട്ടുള്ള ചില ഭാഗ്യവാൻ മാത്രമാണ് ഇതിൽ സർവൈവ് ചെയ്യുന്നത്. സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ, സിംറ്റംസ് വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് അയാളെ രക്ഷിക്കാൻ പറ്റും. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവും, നെർവസ്നെസ് അസ്വസ്ഥതകൾ ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇനി പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ പെയിൻ ഓർ ടിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇക്കിളി എന്നൊക്കെ പറയില്ല. പെയിൻ ഓർ ടിംഗ്ലിംഗ് അറ്റ് ദി സൈറ്റ് ഓഫ് ദി ബൈറ്റ്, ഈ കടിച്ച ഭാഗത്ത് പെയിനും അതുപോലെ തന്നെ എന്തുണ്ടാവും, ഇക്കിളികളൊക്കെ ഉണ്ടാവും. ഹാലൂസിനേഷൻസ് ഉണ്ടാവും, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഹൈഡ്രോഹോബിയ ഉണ്ടാവും. ഫിയർ ഓഫ് വാട്ടർ ഡ്യൂ ടു സ്പാസം ഇൻ ദ ത്രോട്ട്, നമ്മൾ കുറേ പറഞ്ഞാണ്. പിന്നെ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ടു മൂവ് പാർട്ട് ഓഫ് ദി ബോഡി, അല്ലേ? നമ്മൾ വേണ്ട രീതിയിൽ ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കോമ സ്റ്റേജിലേക്ക് പോകും. പിന്നീട് ആളുകൾ മരിച്ചു പോകുന്നു.